കേരളത്തിൽ ഫുട്ബോളിൻ്റെ പേരിൽ മെസ്സി തട്ടിപ്പ് എന്ന നിലയിൽ വിവാദമായിരിക്കുന്ന റിപ്പോർട്ടർ കൊള്ള CBIക്ക് വിടണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. മെസ്സി തട്ടിപ്പ് എന്ന നിലയിൽ വിവാദമായിരിക്കുന്ന റിപ്പോർട്ടർ കൊള്ള CBIക്ക് വിടാൻ VD സതീശൻ സർക്കാർ തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. അർജന്റീന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ഉള്ള അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു കരാറാണത്, ഒരു തട്ടിപ്പാണത്. എംബസികളുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ടും ഇതിന് ബന്ധമുണ്ട്. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പേര് ദുരുപയോഗം ചെയ്താണ് ഈ കോടികളുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ അതീവ ഗൗരവമായിട്ടുള്ളൊരു കാര്യം, കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഈ റിപ്പോർട്ടറുമായിട്ട് ചേർന്നുള്ള കൊള്ളയിൽ പങ്കുണ്ട്, അതിലെ പങ്കാളികളാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് CBIക്കും കേന്ദ്ര ഏജൻസികൾക്കും വിടാൻ VD സതീശൻ സർക്കാർ തയ്യാറാകണമെന്ന് BJP ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. ശബരിമല ഡീല് പോലെ പിണറായി വിജയനെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും രക്ഷിക്കാനായിട്ട് ഇത് ഡീലാക്കരുത്, ഒത്തുകളിക്കരുത് എന്നും ശ്രീ VD സതീശനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണല്ലോ സാധാരണ നടക്കുന്നത്. രാഹുൽ ഗാന്ധി ഇടപെട്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഘടക കക്ഷികളാണല്ലോ നമ്മുടെ CPM. അതുകൊണ്ട് അവർക്കെതിരെ അങ്ങനെയുള്ള അന്വേഷണമൊന്നും വേണ്ട, കേന്ദ്ര ഏജൻസിയൊന്നും ഉൾപ്പെടുത്തണ്ട എന്നുള്ള ഉപദേശം VD സതീശന് കിട്ടുകയും അതിനെ സംബന്ധിച്ചുള്ള ചില ഡീലുകളുമാണ് കേരളത്തിൽ ഇടതും വലതുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് VD സതീശൻ പിണറായി വിജയനുമായിട്ട് ഡീലുണ്ടാക്കി ഈ റിപ്പോർട്ടർ കൊള്ള അല്ലെങ്കിൽ മെസ്സി തട്ടിപ്പ് അത് പൂഴ്ത്തിവെക്കരുത്, അത് അട്ടിമറിക്കരുത് എന്നും കൂടി BJP ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, ഇതിൻ്റെ പേരിൽ GST തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന് ബോധ്യം വന്നിരിക്കുന്നു. ആ GST തട്ടിപ്പിനെ സംബന്ധിച്ച് ക്രിമിനൽ കേസെടുക്കാൻ തയ്യാറാകണം. ആ ക്രിമിനൽ കേസ് എടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ മുന്നോട്ട് പോകണം എന്നും സംസ്ഥാന സർക്കാരിനോട് BJP ആവശ്യപ്പെടുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇതിലെ ഇടനിലക്കാരന് 19ഓളം കേസുകളുണ്ടെന്നും അത് പലതും വഞ്ചനാക്കുറ്റം ഉൾപ്പെടെയുള്ള കേസുകളാണെന്നും ദുരൂഹമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്നും അന്താരാഷ്ട്ര ഏജൻസികളുമായിട്ടുള്ള ബന്ധം കാരണം ഇത് കേന്ദ്ര സർക്കാർ ഇടപെടാൻ സാധ്യതയുണ്ടെന്നും ഉള്ള അതിഗൗരവത്തിലുള്ള റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയിട്ടും ഈ കൊള്ളയ്ക്ക് മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും കൂട്ടുനിന്നത് ഈ കൊള്ളയുടെ മുതൽ മാർക്സിസ്റ്റ് പാർട്ടിക്കും മുൻ മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാർക്കും കിട്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് കേന്ദ്ര ഏജൻസി ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ട് അന്വേഷിക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നത്. യാതൊരു ഡീലും ഉണ്ടാക്കാതെ ആ അന്വേഷണം CBIക്ക് വിടാൻ VD സതീശൻ സർക്കാർ എത്രയും പെട്ടെന്ന് തീരുമാനിക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നു. സംസ്ഥാന സർക്കാരിന് വേണ്ടിയാണ്, സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടു കൂടിയാണ് മെസ്സിയെ കൊണ്ടുവരുന്നത് എന്ന വാദമുഖമാണ് ഇതിൻ്റെ സംഘാടകർ ഉന്നയിച്ചത്, ഇതിൻ്റെ ഇടനിലക്കാർ ഉന്നയിച്ചത്. എന്നാൽ സംസ്ഥാന സർക്കാർ അറിയാതെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് കരാർ ഒപ്പിട്ടു. ആ കരാറിൽ തിരുത്തലുകൾ വരുത്തിയതും സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നാണ് രേഖകൾ കൊണ്ട് മനസ്സിലാവുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോട് നടക്കുന്ന ഈ തട്ടിപ്പ്, ആ തട്ടിപ്പ് അതിനുവേണ്ടിയുള്ള എഗ്രിമെൻറ്റുകൾ ഒപ്പിട്ടത് സംസ്ഥാന സർക്കാർ അറിയാതെ എങ്ങനെ ഒപ്പിട്ടു എന്നുള്ള ചോദ്യമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതേ സമയത്ത് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ഷറഫ് അലി എങ്ങനെയാണ് ഈ തട്ടിപ്പുകാരനുമായിട്ട് വിദേശത്ത് പോയി
ഇതുമായിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുത്തത് എന്ന് പിണറായി വിജയൻ വ്യക്തമാക്കാൻ ബാധ്യസ്ഥനാണ്. അതുപോലെ സംസ്ഥാന സർക്കാർ അറിയാതെ എഗ്രിമെൻ്റ് ഒപ്പിട്ടു. പക്ഷേ ഇതിനെ സംബന്ധിച്ച് കരാർ ലംഘിച്ചതിൻ്റെ പേരിൽ 40 ലക്ഷം US$ പിഴ ചുമത്തപ്പെട്ടപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയും എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചു. ആ പിഴ ഒഴിവാക്കുന്നതിന് വേണ്ടി അന്നത്തെ സ്പോർട്സ് സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് ഹനീഷിനെ കൊണ്ട് അർജന്റീനയിലെ ഇന്ത്യൻ അംബാസഡർക്ക് കത്തെഴുതിപ്പിച്ചു. ആ കത്തെഴുതിപ്പിച്ചതിൽ പറയുന്നത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ഇതിനെ സംബന്ധിച്ച് വരുന്ന ഈ പിഴ സംസ്ഥാന സർക്കാരിനെ ഗുരുതരമായിട്ട് ബാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റിപ്പോർട്ടർ കൊള്ളയിൽ പിഴ വന്നാൽ അതെങ്ങനെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കുമെന്ന് പിണറായി വിജയൻ ഇനിയെങ്കിലും പറയാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കും പിണറായി വിജയനും ഈ കൊള്ളയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധ്യമല്ല. ഈ കൊള്ളയെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യമാണ്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് BJP അടരാടും. BJP ആ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം നാളെ രാജ്യത്ത് 80ാമത് സ്വാതന്ത്ര്യ ദിനമാണ്. ആ സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേ മാതരം പാടണോ എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന VD സതീശന് ഇപ്പോഴും ഒരു നിശ്ചയം വന്നിട്ടില്ല. ബഹുമാന്യനായിട്ടുള്ള VD സതീശനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളം ഭരിക്കുന്നത് പാണക്കാട്ട് തങ്ങളല്ല. ബഹുമാനപ്പെട്ട VD സതീശനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിൽ നിലനിൽക്കുന്ന നിയമം ശരീഅത്ത് നിയമവുമല്ല. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഡോക്ടർ BR അംബേദ്കർ തയ്യാറാക്കിയ ഇന്ത്യയുടെ ഭരണഘടനയാണ് ഈ കേരളത്തിലുള്ളത്. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രഗീതമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വന്ദേ മാതരം ആദ്യാവസാനം പാടണമെന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ നിയമമാണ്. ആ നിയമം അതേപടി പാലിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാവുകയാണ് വേണ്ടത്. അല്ലാതെ പാണക്കാട്ടെ തമ്പുരാൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ സ്ഥാനം രാജിവെച്ച് പാണക്കാട്ടിൻ്റെ അടിമപ്പണി ചെയ്യുന്നതായിരിക്കും VD സതീശന് നല്ലത് എന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പാണക്കാട്ട് തങ്ങളുടെ കുടുംബം വലിയ മതേതര കുടുംബമെന്നൊക്കെയാണ് നമ്മൾ ഇതുവരെ കേട്ടുകേഴ്വി ഉണ്ടായിരുന്നത്. ഇന്ന് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു ഭരണകൂടം കേരളത്തിൽ വന്നതിന് ശേഷം, അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനസംഖ്യ അനുപാതത്തിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയതിന് ശേഷം പാണക്കാട്ട് തങ്ങളന്മാരുടെ കുടുംബത്തിൻ്റെ മതേതര മുഖത്തിന് ചില മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കേരളം മനസ്സിലാക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് വന്ദേ മാതരത്തെ എതിർക്കുന്നത്. അതോടൊപ്പം തന്നെ സവർക്കറെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്, സവർക്കറുടെ പേരിൽ ഒരു ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്, അത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ഇവിടുത്തെ പാണക്കാട് തങ്ങൾ കുടുംബത്തിന് ഈ പുതിയ അധികാരം കിട്ടിയപ്പോഴും ഇവിടുത്തെ ജനസംഖ്യാനുപാതത്തിൽ വന്ന മാറ്റവും കണ്ട് എന്തൊക്കെയോ ഈ കേരളത്തിൽ സാധിച്ചു കളയാമെന്നുള്ള വ്യാമോഹത്തിൽ നിന്നാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് കേരളത്തിൻ്റെ മതേതര മനസ്സ് ഈ വർഗീയ സർക്കാരിനെയും ഈ വർഗീയ പിന്തിരിപ്പൻ രാജ്യവിരുദ്ധ സമീപനങ്ങളെയും തള്ളിക്കളയുമെന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അഴിമതിയുമായിട്ട് യാതൊരു സന്ധിയുമില്ലാത്തൊരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുപോലെ തന്നെ രാജ്യദ്രോഹവുമായിട്ടും രാജ്യദ്രോഹികളോടും ഒരു സന്ധിയുമില്ലാത്ത പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അഴിമതിയുമായും രാജ്യദ്രോഹികളുമായും ക്രിമിനൽ വാസനയുള്ളവരുമായി ഒരു സന്ധിയും ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു, ഈ രണ്ട് വിഷയത്തിലും അഴിമതിയുടെ കാര്യത്തിൽ റിപ്പോർട്ടർ കൊള്ളയെ സംബന്ധിച്ചും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബന്ധത്തെ സംബന്ധിച്ചും CBI അന്വേഷണം നടക്കണം. വന്ദേ മാതരം നാളെ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് വന്ദേ മാതരം ആദ്യ അവസാനം പാടാൻ ഇവിടുത്തെ VD സതീശൻ തയ്യാറാവണം. അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്ന്
വി ഡി സതീശനെ ഓർമ്മിപ്പിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഓക്കെ, 15-ാം തീയതി കഴിഞ്ഞ് നമ്മൾ കാണുമല്ലോ, നമുക്ക് നോക്കാം. അതെ, 15-ാം തീയതി കഴിഞ്ഞ് ഇന്നിപ്പോൾ പറയാനുള്ളത് പറഞ്ഞു, ഇനി 15-ാം തീയതി കഴിഞ്ഞ് നമുക്ക് അടുത്ത് പറയാം. BJP-ക്കകത്ത് ഫണ്ട് തട്ടിപ്പ് എന്നൊരു തട്ടിപ്പ് നടന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മാതൃഭൂമിയുടെ രതീഷും മാതൃഭൂമിയുടെ നമ്മുടെ പ്രശാന്തും ന്യൂസ് 18-ന്റെ ശ്രീ VV അരുണും പറയുന്നത് അനുസരിച്ചാണ്. ഇനി അടുത്തെന്ത് തട്ടിപ്പ് നടക്കുന്നുവെന്ന് നിങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം ചാനലിൽ കൊടുക്കുന്ന കേട്ട് ഞങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം.